നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വിലയിരുത്തേണ്ടി വരുമെന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പരാമർശം തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഹുലിനെതിരായ രണ്ടാമത്തെ പരാതി വെൽ ഡ്രാഫ്റ്റഡ് പരാതി തന്നെയാണെന്നും അത് അങ്ങനെ തന്നെയാണ് നൽകേണ്ടതെന്നും അതിൽ ഒരു തെറ്റുമില്ലെന്നും സതീശൻ പറഞ്ഞു. പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കരുതുന്നില്ലെന്നും സതീശൻ പറഞ്ഞു. CPM മുൻ MLAക്കെതിരായ ലൈംഗിക പീഡന കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരട്ട നീതിയാണ് സ്വീകരിച്ചതെന്നും 13 ദിവസം പരാതി പൂഴ്ത്തിവെച്ചതിന്റെ കാരണം വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. രാഹുലിനെതിരായ പരാതിക്ക് പിന്നിൽ ഒരു ലീഗൽ ബ്രെയിൻ ഉണ്ടെന്നും വെൽ ഡ്രാഫ്റ്റ് ആണെന്നും അത് ആസൂത്രിതമാണെന്നുമായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രസ്താവന. പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വിലയിരുത്തേണ്ടി വരുമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കിയിരുന്നു. സണ്ണി ജോസഫിന്റെ ഈ നിലപാട് തള്ളിയാണ് പരാതി ഇങ്ങനെ തന്നെയാണ് നൽകേണ്ടതെന്ന് വ്യക്തമാക്കി സതീശൻ രംഗത്തെത്തിയത്. രാഹുലിനെതിരായ രണ്ടാം പരാതിയിൽ കോൺഗ്രസ് നേതൃത്വത്തിലെ 2 നേതാക്കളുടെ ഭിന്ന അഭിപ്രായമാണിപ്പോൾ മറനീക്കി പുറത്തു വന്നത്. അതേസമയം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സണ്ണി ജോസഫ്. പരാതിക്ക് പിന്നിൽ ലീഗൽ ബ്രെയിൻ ഉണ്ടെന്നും ആസൂത്രിതമാണെന്നും സണ്ണി ജോസഫ് രാവിലെ ആവർത്തിച്ചു. പുറത്താക്കിയിട്ടും രാഹുലിനെ കൈവിടാൻ KPCC നേതൃത്വത്തിന് മടിയാണെന്നതിന്റെ തെളിവായി അധ്യക്ഷന്റെ പരാമർശം. അതേസമയം കോൺഗ്രസുകാരെ സ്ത്രീലമ്പടന്മാരെന്ന് പറഞ്ഞ് രൂക്ഷ വിമർശനം നടത്തിയ മുഖ്യമന്ത്രിക്കെതിരെ സതീശൻ തുറന്നടിച്ചു. മുഖ്യമന്ത്രിയുടെ മറുപടികൾക്ക് നിലവാര തകർച്ചയാണെന്നും പഴയ കമ്മ്യൂണിസ്റ്റിൽ നിന്നും ബൂർഷയിലേക്കുള്ള മുഖ്യമന്ത്രിയുടെ മാറ്റമാണ് കാണുന്നതെന്നും സമരം ചെയ്യുന്നവരുടെ മുഖ്യമന്ത്രിക്ക് പുച്ഛമാണെന്നും സതീശൻ പറഞ്ഞു. പിണറായി പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ നടത്തിയ സമരം സെക്രട്ടേറിയറ്റ് പരിസരം ദുർഗന്ധപൂരിതമാക്കിയ സമരം മാത്രമായിരുന്നു. മുഖ്യമന്ത്രി കാലഹരണപ്പെട്ട ഭരണാധികാരിയാണ്. ഇത് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ മറുപടികൾ. സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതി എന്തിന് 13 ദിവസം പൂഴ്ത്തിവെച്ചുവെന്നും സതീശൻ ചോദിച്ചു. എന്ത് ഇരട്ട നീതിയാണിത്? മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ ലൈംഗിക അപവാദ കേസുകളിൽ ഉൾപ്പെട്ടവർ എത്ര പേരുണ്ടെന്ന് എണ്ണി നോക്കണം. അദ്ദേഹത്തിന്റെ ഓഫീസിലും ഇടത് MLAമാർക്കിടയിലും എത്ര പേരുണ്ട്? എന്തിനാണ് കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതി കൈമാറാൻ വൈകിയത്? എന്തുകൊണ്ട് പോലീസ് കേസെടുക്കാൻ വൈകി? PT കുഞ്ഞുമുഹമ്മദിനെ രക്ഷപ്പെടുത്താൻ ശ്രമം നടന്നു. സ്വന്തക്കാരുടെ കേസ് വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഇരട്ടത്താപ്പാണ്. ഈ അന്യായം കേരളം അറിയണം. CPM സഹയാത്രികനായ മുൻ MLA PT കുഞ്ഞുമുഹമ്മദിനെതിരെ ഒരു യുവതി നൽകിയ പരാതി മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയത് നവംബർ 27-നാണ്. അത് പോലീസിന് കൈമാറിയത് ഡിസംബർ 2-നും കേസെടുത്തത് ഡിസംബർ 8-നുമാണ്. അതായത് മൊത്തം 13 ദിവസമാണ് ഈ പരാതിയുടെ കാര്യത്തിൽ താമസമുണ്ടായത്. ഇതിൽ മുഖ്യമന്ത്രിക്ക് ഇരട്ടത്താപ്പ് നയമാണുള്ളതെന്നും സതീശൻ പറഞ്ഞു. 42 വർഷം ജമാഅത്ത് ഇസ്ലാമി പിന്തുണയോടുകൂടി മത്സരിച്ചവരാണ് CPM. വെൽഫെയർ പാർട്ടി ഞങ്ങളെ പിന്തുണച്ചിട്ടുണ്ട്, ഞങ്ങളത് സ്വീകരിച്ചിട്ടുണ്ട്. അതിലെന്താണ് തെറ്റ്? എത്രയോ തവണ ജമാഅത്ത് ഇസ്ലാമി ആസ്ഥാനത്ത് പോയി ചർച്ച നടത്തിയ ആളാണ് പിണറായി. MV ഗോവിന്ദൻ എല്ലാ തെരഞ്ഞെടുപ്പും ജയിച്ചത് ജമാഅത്ത് ഇസ്ലാമി പിന്തുണയോടെയാണ്. CPM ഇങ്ങനെ പരിഹാസ്യരാകരുത്. അയ്യപ്പന്റെ സ്വർണം കവർന്നവർ ഇന്നും പാർട്ടിക്കാരാണ്. വേറെ പാർട്ടിക്കാരുടെ പേര് പറയുമെന്ന് ഭയന്നാണ് പാർട്ടി നടപടിയെടുക്കാത്തത്. ഗവർണർ സർക്കാർ പോരിനെ തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖല തകർന്ന തരിപ്പണമായി. ഇവർ തമ്മിലുള്ള ഈഗോ ക്ലാഷാണ് നടക്കുന്നത്. അക്കമിട്ട് മറുപടി നൽകിയിട്ട് മറുപടി നൽകിയില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോട് എന്ത് പറയാനാണെന്നും സതീശൻ ചോദിച്ചു. ഗെയിൽ സമരവുമായി ബന്ധപ്പെട്ട് VM സുധീറിനെതിരായും PK കുഞ്ഞാലിക്കുട്ടിനെതിരായും മുഖ്യമന്ത്രി പ്രസ്താവനകൾ നടത്തിയിരുന്നു. 2017 നടന്ന സമരത്തെ പോലീസ് ക്രൂരമായി അടിച്ചമർത്തിയെങ്കിലും അന്നത്തെ വ്യവസായ മന്ത്രി AC മൊയ്തീൻ ചർച്ച നടത്തുകയും പോലീസിനെ താക്കീത് ചെയ്യുകയും ചെയ്തു. തുടർന്ന് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ സമരക്കാരുടെ ഡിമാൻഡുകൾ മുഴുവൻ അംഗീകരിച്ചു. പുതുക്കിയ ന്യായവിലയുടെ 10 ഇരട്ടിയാക്കി കോമ്പൻസേഷൻ നൽകി. 116 കോടി രൂപ അധിക വർധനവ് നൽകുകയും 2012 മുതൽ മുൻകാല പ്രാബല്യം നൽകുകയും ചെയ്തു. വീടിനടുത്ത് 20 മീറ്റർ എന്നുള്ളത് 2 മീറ്ററാക്കി മാറ്റി. എന്നിട്ടും ആ സമരത്തെ പുച്ഛിക്കുകയാണ് മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഗെയിലിന്റെ പൈപ്പ് ഇടാൻ നേരത്തെ ഇത് ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട ബോംബാണെന്ന് പറഞ്ഞ ആളാണ് പിണറായി വിജയൻ മന്ത്രിസഭയിലെ മന്ത്രിയെന്നും സതീശൻ ഓർമ്മിപ്പിച്ചു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രോസിക്യൂഷൻ അപ്പീൽ പോകേണ്ട കേസാണെന്നും UDFന്റെയും കോൺഗ്രസിന്റെയും നിലപാട് അതുതന്നെയാണെന്നും സതീശൻ വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കോടതി റിമാൻഡ് ചെയ്ത പ്രതി വീണ്ടും രണ്ടാമത്തെ കവർച്ച കേസിൽ കൂടി പ്രതിയായിട്ടും പാർട്ടി നടപടി എടുത്തില്ലെങ്കിൽ അയ്യപ്പന്റെ സ്വർണം കവർന്നവർ ഇപ്പോഴും പാർട്ടിക്കാരാണെന്ന് ജനങ്ങൾ പറയുമെന്നും സതീശൻ വിമർശിച്ചു. പ്രതി മറ്റ് CPM നേതാക്കളുടെ പേര് പറയും എന്നുള്ള ഭയം കൊണ്ടാണ് ഒരു നേതാവും നടപടിയെടുക്കാത്തതെന്നും അദ്ദേഹം ആരോപിച്ചു.